സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലും നിതാഘാത് ചൂടേറിയ ചർച്ചയാണ്. ഫേസ്ബുക്കിൽ നർമ്മവും ആക്ഷേപഹാസ്യവും നിറഞ്ഞ പോസ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ചുരുങ്ങിയ വേതനത്തിന് 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ഫ്രീ വിസക്കാരായ മലയാളികൾക്ക് സന്തോഷവാർത്തയുമായാണ് ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ്. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ട് നാട്ടിലെത്തിയാൽ അവരെ കാത്തിരിക്കുന്നത് 1000 രൂപ വരെ ദിവസക്കൂലി ലഭിക്കുന്ന ജോലിയാണ്. 8 മണിക്കൂർ ജോലി, 3 നേരത്തെ ആഹാരം, വിസയോ സ്പോൺസർഷിപ്പോ വേണ്ട. ഇത്തരം നിരവധി പോസ്റ്റുകളാണ് നിതാഘാത്തുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്നത്. മലയാളിയായ സ്പോൺസറുടെ കീഴിൽ ഒരു സൗദി പൌരൻ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് ഭാവനയിൽ കാണുകയാണ് ഈ പോസ്റ്റിലൂടെ. ഇപ്പോൾ മലയാളി സൗദിയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അന്ന് അറബിയോട് പ്രതികാരം ചെയ്യുമെന്ന മുന്നറിയിപ്പാണിത്. ചർച്ചകൾക്കായി വയലാർ രവിയും ഉമ്മൻചാണ്ടിയും സൗദിയിലെത്തിയാൽ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ് ചിലർ ചിത്രീകരിച്ചിരിക്കുന്നത്. റെയ്ഡിൽ പിടിക്കപ്പെടുന്ന ഇന്ത്യക്കാർക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പവഴി നിർദ്ദേശിക്കുകയാണ് മറ്റൊരാൾ. വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് സൗദി മന്ത്രിയുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് അറബിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയത്രേ. അൻത് ഏഷ് മുഷ്കില അല്യം ഇ അഹമ്മദ് ഗിർഗിർ സവ സൗദി മുദീർ ഹുവ കലാം മാഫി മുഷ്കില. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.